പ്രിയപ്പെട്ടവർ, ഇന്ന് നാം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് വ്യക്തിഹത്യയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച്. ഈ പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നുണ പെരുമഴ പോലെ പെയ്തിറങ്ങിയ അവസ്ഥ നാം കണ്ടതാണ്. നുണകൾ നിർമ്മിക്കാനായിട്ട് ചില പ്രൊഫഷണൽ ഏജൻസികൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ നുണകൾ നിർമ്മിക്കാനാണ് അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ വേതനം കൊടുക്കുന്നത്. എന്തിനാണ് ഈ നുണകൾ നിർമ്മിക്കുന്നത്? വസ്തുതകളെ നേരിടാൻ വ്യക്തികളും സംഘടനകളും അശക്തമാകുന്ന ഘട്ടത്തിൽ വൈകാരിക മുതലെടുപ്പിന്, ജനങ്ങളെ വൈകാരികമായി മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ അഭിപ്രായങ്ങളെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നുണകൾ നിർമ്മിക്കപ്പെടുന്നത്. നമുക്കറിയാം, ലോക ഫാസിസം അധികാരത്തിലേറിയത് അതിൻ്റെ പ്രത്യയശാസ്ത്ര മേന്മ കൊണ്ടല്ല, മറിച്ച് നുണകളുടെ പിൻബലത്തിലാണ്. ഗീബൽസ് തുറന്നുവിട്ട നുണകളാണ് ഹിറ്റ്ലർ എന്ന നാസി ഭരണാധികാരിയുടെ ശക്തി എന്ന് പറയുന്നത്. നാസി ഭരണം നാസി ഭരണത്തെ ജർമ്മനിയിൽ നിലനിർത്തിയത് ഗീബൽസിയൻ നുണകളാണ്. അത് ചരിത്രമാണ്. ആ ചരിത്രം നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഏത് ഏകാധിപത്യ, സ്വേച്ഛാധിപത്യ, വംശീയ രാഷ്ട്രീയ പാർട്ടികളും നുണകളുടെ രാഷ്ട്രീയം എപ്പോഴും പുറത്തെടുത്തുകൊണ്ടിരിക്കും. അതിൽ അത്ഭുതപ്പെടാനില്ല. അവർ വസ്തുതകളെ അഡ്രസ്സ് ചെയ്യുന്നല്ല, ജനങ്ങളുടെ വൈകാരികതകളെ തുറന്നു വിട്ടുകൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക മാത്രമാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. വസ്തുതകളെ ഒരു കാലത്ത് അവർ അഡ്രസ്സ് ചെയ്യുന്നില്ല. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അവർ ഒരു കാലത്ത് അഡ്രസ്സ് ചെയ്യുന്നില്ല. മറിച്ച് ഇത്തരം വൈകാരികതകളുടെ വിക്ഷുബ്ധതയിൽ ചില വിത്തുകൾ സമൂഹത്തിൽ വളർത്തിയെടുത്തുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് എപ്പോഴും രാഷ്ട്രീയ അധികാരം നിലനിർത്തുക എന്നതാണ് അത്തരം പാർട്ടികളുടെ, സംഘടനകളുടെയൊക്കെ പ്രവർത്തന പരിപാടി. ഇപ്പൊ കഴിഞ്ഞ ദിവസം സാദിഖ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് ഒരു ലൈംഗിക സ്റ്റോറി നിർമ്മിക്കപ്പെട്ട് നവമാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ടു. അത് കൃത്യമായും ഒരു വ്യാജ ഐഡിയിൽ നിന്ന്, ഒരു പ്രച്ഛന്ന ഐഡിയിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട കഥയാണ്. ആ പ്രച്ഛന്ന ഐഡി ലക്ഷ്യം വെക്കുന്നത് സമൂഹത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങളെ നടത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വൈകാരികത ഇളക്കി വിട്ടുകൊണ്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള ദുഷ്ടലാക്കാണ് ആ ഒരു പ്രച്ഛന്ന ഐഡിയയുടെ ലക്ഷ്യം എന്നുള്ളത്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടിക്കണക്കിന് രൂപ പെയ്ഡ് ചെയ്തിട്ടുള്ള ആ വിഭാഗം തന്നെയായിരിക്കും കൃത്യമായിട്ട് ആ പ്രച്ഛന്ന ഐഡിയയുടെ പിറകിൽ. ഏതായാലും സൈബർ പോലീസ് കേസെടുക്കുകയും അതിൻ്റെ പിൻപറ്റി അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. മിക്കവാറും അത് സ്വദേശത്ത്, ഈ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നിർമ്മിക്കപ്പെട്ട ഒന്നാകാൻ യാതൊരു കാരണവും കാണുന്നില്ല. അത് വിദേശത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ഐഡിയ ആയിരിക്കും. അതിൻ്റെ അന്വേഷണങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ രാജ്യാതിർത്തിക്കുള്ള അന്വേഷണങ്ങളുടെ പരിധിക്കപ്പുറത്തേക്കായിരിക്കും അതിൻ്റെ അന്വേഷണം പോവേണ്ടി വരിക. പക്ഷേ ആ പ്രച്ഛന്ന ഐഡിയയുടെ ദൗത്യം വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അത്തരം ഐഡിയയുടെ പിന്നിലുള്ള രാഷ്ട്രീയം എന്നുള്ളത്. പിന്നെ ആര് ഈ വസ്തുതകളെ കുറിച്ചൊന്നും അന്വേഷിക്കുകയോ കുറ്റവാളിയെ യഥാർത്ഥത്തിൽ കണ്ടെത്തുകയോ ഒക്കെ ചെയ്യുക എന്നുള്ള അപൂർവമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നുണകൾക്കൊപ്പം വ്യക്തിഹത്യയുടെ രാഷ്ട്രീയം എന്തുമാത്രം ജനാധിപത്യ വിരുദ്ധമാണ്. വ്യക്തിഹത്യയുടെ രാഷ്ട്രീയ ഉള്ളടക്കം തന്നെ ജനാധിപത്യ വിരുദ്ധതയാണ്. മറ്റെല്ലാ ആയുധങ്ങളും പരാജയപ്പെടുന്ന സമയത്താണ് ആളുകൾ വ്യക്തിഹത്യയുടെ രാഷ്ട്രീയം എടുത്ത് പ്രയോഗിക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. ഇത്തരം ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഒരു ഏറ്റവും വലിയ ആയുധമാണ് നുണകളെ പോലെ തന്നെ വ്യക്തിഹത്യയുടെ രാഷ്ട്രീയം എന്നുള്ളത്. അത് ജനങ്ങളുടെ വൈകാരികത ഇളക്കി വിടാൻ മാത്രം ഉപയുക്തമാകുന്ന ഒന്നാണ്. അല്ലാതെ ജനങ്ങളുടെ ബോധത്തെ, ചിന്താശേഷിയെ
ഇത്തരം കാര്യങ്ങളെ ഒന്നും അത് പ്രചോദിപ്പിക്കുന്നില്ല. അത് കേവലം മനുഷ്യരുടെ വൈകാരിക ഭാവത്തെ മാത്രമാണ് ഉദ്ദീപിപ്പിക്കുന്നത്. ആ വൈകാരികതയിൽ നിന്ന് അവൻ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതാണ് അത്തരം വ്യക്തിഹത്യ രാഷ്ട്രീയത്തിൻ്റെ ലാക്ക് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങളൊരു കഥ ഓർമ്മയുണ്ടോ? 2001 ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നാദാപുരത്ത് ഈന്തുള്ളതിൽ ബിനു എന്നുള്ള ഒരു യുവാവിനെ കുറിച്ച് അയൽക്കാരിയായ നബീസു ഒരു സ്റ്റോറി നിർമ്മിക്കുകയാണ്. നബീസു പറഞ്ഞു, എന്നെ നിസ്കാരപ്പായിലിട്ട് ബലാത്സംഗം ചെയ്തു. ആര്? അയൽക്കാരനായ ഈന്തുള്ളതിൽ ബിനു എന്ന ടാക്സി ഡ്രൈവർ അവരുടെ മകളെ ബലാത്സംഗം ചെയ്തു. ഈ കഥ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടു. നിസ്കാരപ്പായിലിട്ട് ബലാത്സംഗം ചെയ്തു. അതിൻ്റെ വൈകാരിക അംശം നിങ്ങൾ നോക്കണം. അതായത് ജാതിയുടെയും വംശത്തിൻ്റെയും സാമുദായികയുടെയും വെറി, ജനങ്ങളുടെ മുന്നിലുള്ള ആ വെറിയെ അതിൻ്റെ തീക്ഷ്ണഭാവത്തിൽ ഉദ്ദീപിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ശ്രമമായിരുന്നു അത്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ 2001 കൊല ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ കാറിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ബോംബെറിഞ്ഞ് വെട്ടിയും കുത്തിയും ഭീകരവാദികളെ അദ്ദേഹത്തെ കൊല ചെയ്തു. നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന സംഘടന, NDF എന്നുള്ള സംഘടനയും അതേപോലെ മുസ്ലിം ലീഗ് പ്രവർത്തകരും, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഏറെക്കുറെ നാദാപുരം മേഖലയിലെല്ലാം ഈ രണ്ട് സംഘടനകൾ ഒന്ന് തന്നെയാണ്. അത് രണ്ട് ശരീരങ്ങളല്ല, രണ്ട് പേരുകളായി അറിയപ്പെടുന്ന ഒരേ സംഘടനയും ഒരേ ആളുകളും തന്നെയാണ് ഇവർ ഈന്തുള്ളതിൽ ബിനുവിനെ കൊല ചെയ്തു. അപ്പം ജനങ്ങൾ എന്താണ് ആ കാലത്ത് വിശ്വസിക്കുക? നിസ്കാരപ്പായയിൽ നിന്ന് നബീസുവിനെ ബലാത്സംഗം ചെയ്ത എന്താണ് ക്രൂരനായിട്ടുള്ള പൈശാചികനായ മനുഷ്യനെ വെട്ടിക്കൊന്നതിൽ അവർക്ക് ദുഃഖമോ സങ്കടമോ ഒന്നും തോന്നില്ല. പക്ഷെ പിന്നീട് അയൽക്കാരനായിട്ടുള്ള ആ അമ്മ ഭ്രാന്തിയെ പോലെ, ഇന്ദുള്ളതിൽ ബിനുവിൻ്റെ അമ്മ ഭ്രാന്തിയെ പോലെ നബീസുവിനോടും പോലും ചോദിച്ചു, എൻ്റെ മകനെ കണ്ടോ എന്ന് ചോദിച്ചു. ആ ഉമ്മ മനസ്സ് ഒടുക്കം പശ്ചാത്തപിച്ചു. അവരൊടുക്കം പറഞ്ഞു, ഞങ്ങൾക്കിടയിൽ അതിർത്തി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ അതിർത്തി തർക്കമാണ് ഈ ഒരു ദുരാരോപണത്തിൻ്റെ ബീജം എന്നുള്ളത്. അത് ഉദ്ദീപിപ്പിക്കാൻ പല സംഘടനകൾ അവരെ പ്രചോദിപ്പിച്ചു എന്ന് അവർ പറഞ്ഞു. എങ്ങനെയാണ് ഒരു നുണ ഒരു ദേശത്തെ, ഒരു രാഷ്ട്രത്തെ, ഒരു കുടുംബത്തെ, ഒരു നാടിനെ, ഒരു ഗ്രാമത്തെ എങ്ങനെയാണ് വികൃതവൽക്കരിക്കപ്പെടുന്നത്, ഭീകരവൽക്കരിക്കപ്പെടുന്നത് എന്ന് ഇത്തരം നുണകളുടെ അല്ലെങ്കിൽ വ്യക്തിഹത്യകളുടെ രാഷ്ട്രീയം നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. ഒരു യുവാവിൻ്റെ ജീവിതം തീർന്ന കഥയാണ് ഒരു നുണ അല്ലെങ്കിൽ ഒരു വ്യക്തിഹത്യ. ഒരു യുവാവിൻ്റെ ജീവിതം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഒരു നുണയെ, ഒരു വ്യക്തിഹത്യയെ ഉപയോഗിച്ചതിൻ്റെ ഏറ്റവും ക്രൂരമായിട്ടുള്ള അനുഭവ ചരിത്രമാണ്. എങ്ങനെയാണ് മറക്കാൻ കഴിയുക അത്തരം അനുഭവങ്ങൾ? ഒരു ജനാധിപത്യത്തെ, ജനാധിപത്യ പ്രക്രിയയെ ജനാധിപത്യപരമായ ഇടപെടലും സ്വഭാവം കൊണ്ടുവേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും ഈ നാട്ടിലേക്ക് കടന്നു വരാൻ അധികം താമസമുണ്ടാവില്ല. കാരണം വ്യക്തികളുടെ സ്വഭാവമാണ് ആ ദേശത്തിൻ്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. നാം ജനാധിപത്യ സംസ്കാരം നമ്മുടെ സിരകളിലും രക്തത്തിലും നമ്മുടെ തലച്ചോറിലില്ലെങ്കിൽ, നമ്മുടെ പെരുമാറ്റത്തിലില്ലെങ്കിൽ ഏകാധിപതികൾക്ക്, സ്വേച്ഛാധിപതികൾക്ക് ഈ ദേശത്തെ കൈയടക്കാൻ എളുപ്പമാണ്. അങ്ങനെയാണ് വിധേയന്മാരുടെ രാജ്യമുണ്ടാകുന്നത്, ദേശം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. നുണകളുടെ, വ്യക്തിഹത്യകളുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഏകാധിപത്യ ഭരണകൂടം അല്ലെ ഏകാധിപത്യം എന്ന് പറയുന്നത്. ഇത് നാം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, ഇതിനോട് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് സ്വേച്ഛാധിപതികളുടെയും ഏകാധിപതികളുടെയും ഫാസിസ്റ്റുകളുടെയും നാടായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. രാഷ്ട്രീയ സമരമുഖങ്ങളിൽ, അത് തെരഞ്ഞെടുപ്പായിക്കോട്ടെ, ഏത് സമരമുഖങ്ങളായിക്കോട്ടെ, അവിടെ ജനാധിപത്യപരമായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ അവലംബിച്ചിട്ടില്ല. സംവാദത്തിൻ്റെയും രാഷ്ട്രീയ ചർച്ചകളുടെയും രാഷ്ട്രീയ പ്രചരണങ്ങളുടെയും നേരായ മാർഗം നമ്മൾ അവലംബിച്ചിട്ടില്ലെങ്കിൽ ഈ നാട് അധികം താമസിയാതെ
ഏകാധിപതികളുടെ, സ്വേച്ഛാധിപതികളുടെ, ഫാസിസ്റ്റുകളുടെ കൈകളിലെത്തുമെന്ന് നിശ്ചയമായിട്ടും ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ കഴിയും. അവിടെയാണ് ചില ഓർമ്മകൾ നമ്മുടെ ജാഗ്രതയെ ഉണർത്തേണ്ടത്. ഓക്കെ.